PV അൻവർ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ഇനി ശൂന്യാകാശത്ത് മാത്രമേ ഉണ്ടാകൂ. കാരണം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും രഹസ്യ കലവറയുടെ താക്കോൽ ADGPയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGPക്കുമെതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം ADGP സൂക്ഷിച്ച് ജയിലിൽ പോകാതെ മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീടിന്റെ കാവൽക്കാരനാണ് ADGP. ആ ADGPക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുള്ളതിന്റെ തെളിവാണ് ADGPയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നത്. വാസ്തവത്തിൽ MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് നട്ടലുണ്ടെങ്കിൽ ADGPയെ മാറ്റാനും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ മാറ്റാനും മുഖ്യമന്ത്രി ഈ അന്വേഷണം വെളിയിൽ വരുന്നതുവരെ മുഖ്യമന്ത്രി മാറി നിൽക്കാൻ പറയാൻ MV ഗോവിന്ദൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇനി മുതൽ കൊള്ളക്കാരുടെ പാർട്ടി, തട്ടിപ്പുകാരുടെ പാർട്ടി, കള്ളന്മാരുടെ പാർട്ടി എന്നറിയപ്പെടും. MV ഗോവിന്ദന് നട്ടലുണ്ടോ ഇല്ലയോ എന്ന് ഇതിന് വ്യക്തമാകും. മാർക്സിസ്റ്റ് പാർട്ടിയിലെ കൊട്ടാര വിപ്ലവം രൂക്ഷമാകുന്നതിന്റെ തെളിവാണ് PV അൻവറുടെ വെളിപ്പെടുത്തലും ജയരാജനെ പറഞ്ഞയക്കലും. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഭൂകമ്പത്തിന്റെ തെളിവുകളാണ്. എങ്ങനെയും അധികാരത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. അവർക്ക് മാർക്സിസത്തിന്റെ പേരിൽ, മാർക്സിന്റെ പേരിൽ ഒരു പാർട്ടി എന്ന് പറയാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏത് വിധേനയും അധികാരം നേടുക എന്ന ലക്ഷ്യമാണ് തൃശൂർ പൂരത്തിന്റെ വിഷയത്തിലും ഉണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി പറയുന്നു, PV അൻവറുടെ വാക്കുകൾ ശരിയാണെങ്കിൽ PV അൻവർ പറഞ്ഞത് തന്നെയാണ് മുൻ മന്ത്രി പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രി സുനിൽകുമാറും സൂചിപ്പിച്ചിട്ടുള്ളത്. PV അൻവറുടെ വാക്കുകളാണ് സുനിൽകുമാറിന്റെയും വാക്കുകൾ, സുനിൽകുമാറിന്റെ വാക്കുകളാണ് PV അൻവറുടെ വാക്കുകൾ. ഇത് കാണിക്കുന്നത് തൃശൂർ പൂരം അട്ടിമറിക്കാൻ പോലീസിന്റെ തലപ്പത്ത് ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. ആ ഗൂഢാലോചന നടന്നിരുന്നു എന്ന് തന്നെയാണ് BJP പറയുന്നത്. തൃശൂർ പൂരം അട്ടിമറിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തി. പോലീസ് നടത്തിയ ഗൂഢാലോചന സുനിൽകുമാറുമായിട്ടായിരുന്നു, ഇടതുപക്ഷവുമായിട്ടായിരുന്നു. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും സുനിൽകുമാറും ഒരു പക്ഷത്തായിരുന്നു. കാരണം 2016 പൂരത്തിന്റെ രക്ഷകനായിട്ടാണ് സുനിൽകുമാർ അവതരിച്ചത്. അന്ന് BJPക്കെതിരെ കരിയും കരിമരുന്നും എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് പൂരത്തിന്റെ രക്ഷകനായി സുനിൽകുമാർ വന്നപ്പോ 2024 പൂരത്തിന്റെ അന്തകനായിട്ടാണ് സുനിൽകുമാർ വന്നിട്ടുള്ളത്. ജനങ്ങൾ മനസ്സിലാക്കി
സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി പോലീസുമായിട്ട് പൂരത്തെ അട്ടിമറിച്ച് വീണ്ടും 2016 ആവർത്തിക്കാനായിരുന്നു സുനിൽകുമാർ ശ്രമിച്ചത്. അതിന് സുനിൽകുമാറിന് കഴിഞ്ഞില്ല. ആ സുനിൽകുമാർ, അതിന് കഴിയാതെ പോയ സുനിൽകുമാർ ഇപ്പം സ്ഥലകാലം, സുനിൽകുമാറിന്റെ വാസ്തവത്തിൽ മാനസിക വിഭ്രാന്തിയാണ്. മലയാളത്തിൽ പറഞ്ഞ ഭ്രാന്തെന്നർത്ഥം. ഒരുതരം രാഷ്ട്രീയ മാനസിക വിഭ്രാന്തി അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് PV അൻവർ പറഞ്ഞത് ശരിയാണ്, PV അൻവർ പറഞ്ഞ ഭാഷ ശരിയാണെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നു PV അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ, സുനിൽകുമാർ പറയുന്നത് ശരിയാണെങ്കിൽ പോലീസുമായി ഗൂഢാലോചന നടത്തിയത് സുനിൽകുമാറാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കി. പകല് തൃശൂർ SP അൻവറിന്റെ ഭാഷയിൽ ADGPയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം, എനിക്കറിയില്ല. അൻവറിന്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചന പകൽ നടന്നിരുന്നു. ആ പകൽ നടന്ന ഗൂഢാലോചനയിൽ മിണ്ടിയിട്ടില്ല. റവന്യൂ മന്ത്രി ഈ പൂരത്തിന്റെ ചുമതല വഹിക്കുന്ന ആൾ മിണ്ടിയിട്ടില്ല, വന്നില്ല, പരിപാടി വന്നില്ല. സുനിൽകുമാർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തിരുവമ്പാടി ദേവസ്വത്തിലെത്തിയത് രാവിലെ 6:30 മണിക്കാണ്. പൂരം കലക്കാൻ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ സുനിൽകുമാർ ശ്രമിച്ചു. അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് പൂരത്തിന്റെ അന്തകനാണ് സുനിൽകുമാർ എന്ന പ്രഖ്യാപനം. അതിലിപ്പോ ഈ കൊതിക്കറിവ് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം വളരെ സുവ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. റിട്ട് കൊടുത്തത് ഞാനാണ്. സുനിൽകുമാർ പറയുന്നത്, PV അൻവർ പറയുന്നത് പൂരത്തിന്റെ റിപ്പോർട്ട് വരുത്താനാണ്. പൂരത്തിന്റെ പോലീസ് റിപ്പോർട്ട് വരണമെങ്കിൽ പരാതി കൊടുക്കണം. സുനിൽകുമാർ പരാതി കൊടുത്തോ? എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? പൂരത്തിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സുനിൽകുമാർ പരാതി കൊടുക്കാതിരിക്കാൻ കാരണം സുനിൽകുമാറാണ് പൂരത്തിന്റെ അന്തകനായി മാറാനുള്ള ശ്രമം നടത്തിയത്. അതുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്. പരാതി കൊടുത്തത് ഞാനാണ്. അത് ഹൈക്കോടതി കൊടുത്തു പരാതി. അത് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ആ റിപ്പോർട്ട് ആദ്യം കിട്ടേണ്ടത് പരാതിക്കാരനാണ്. പരാതിക്കാരൻ എന്ന നിലയിൽ ഗവൺമെന്റിന്റെ, പോലീസിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഏത് റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ട് ആർക്കെതിരാണെങ്കിലും ആ റിപ്പോർട്ട്, അതിന്റെ ഉള്ളടക്കം ഞങ്ങൾ തന്നെ കൊണ്ടുവരും. ആ റിപ്പോർട്ട് വരട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നത് ബാലിശമാണ്, അല്പത്തരമാണ്. സുനിൽകുമാറിന് വേണമെങ്കിൽ നിയമസഭയിൽ അയാളുടെ മന്ത്രിമാരെ വെച്ചിട്ട് ചോദിക്കാം, എന്തുകൊണ്ട് ചോദിച്ചില്ല, നിയമസഭയിൽ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല. ഇപ്പൊ ജനങ്ങളെ പറ്റിക്കാൻ ചാനലുകളിൽ വന്നിരുന്ന സുനിൽകുമാറും ഇടതുപക്ഷവും അൻവറും പൂരത്തിന്റെ പേരിൽ മറ്റു ചിലർ പറഞ്ഞുണ്ടാക്കുന്നത് സ്വന്തം ചെയ്തി മറക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ മാറ്റി മറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ട് പൂരത്തിൽ പോലീസിന്റെ ഗൂഢാലോചന ഉണ്ട് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു, ഞങ്ങൾ ഇന്നും പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് നിലനിൽക്കുന്നു, ആഭ്യന്തര വകുപ്പിന് കൊടുത്ത കേസ് നിലനിൽക്കുന്നു. ആ ഗൂഢാലോചന സുനിൽകുമാറും ഇടതുപക്ഷവും പോലീസുമായി ചേർന്ന ഗൂഢാലോചനയാണ്. പൂരത്തിന്റെ 2016 പോലെ 2024 പോലീസിന്റെ പൂരത്തിന്റെ രക്ഷകനായി വരാനാണ് സുനിൽകുമാർ ശ്രമിച്ചത്. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പൂരത്തിന്റെ അന്തകനാണ്. അതാണ് പരാജയത്തിന്റെ കാരണം. അതുകൊണ്ട് ഒരു ADGPക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ADGPക്കെതിരെയോ ഏതെങ്കിലും ഉന്നത പോലീസുകാർക്കെതിരെയോ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ എല്ലാം, ഈ മുഖ്യമന്ത്രിയുടെയും മകൾ വീണയുടെയും എല്ലാ സാധനങ്ങളും, അവരുടെ എല്ലാ രഹസ്യങ്ങളും ഇവരുടെ കയ്യിലാണ്. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നു, തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? MV ഗോവിന്ദന് നട്ടലുണ്ടെങ്കിൽ അത് പറയാൻ MV ഗോവിന്ദൻ തയ്യാറാകുമോ? മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ ADGPയെയും പൊളിറ്റിക്കൽ സെക്ഷനെയും മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? ഈ കാര്യമാണ് BJP ഉന്നയിക്കുന്നത്. കേസിന്റെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഹൈക്കോടതി?
കറണ്ട് സ്റ്റാറ്റസ് റെസ്പോണ്ടൻസ് എന്ന നിലയിൽ റെസ്പോണ്ടൻസിന് നോട്ടീസ് അയച്ച ഓരോ റെസ്പോണ്ടൻസും അതിൽ കക്ഷി ചേർന്ന് അവരുടെ റിപ്ലൈ കൊടുക്കണം. അതിന് വേണ്ടി വെച്ചിരിക്കുക. ഈ പരാതിക്കാരൻ എന്ന നിലയ്ക്ക് പോലീസ് അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണന്റെ മൊഴിയെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് ADGP ഓഫീസിൽ തന്നെയാണ് മൊഴിയെടുത്തത്. ഞാൻ തന്നെ എന്നെ ADGP ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. ഞാൻ ADGP ഓഫീസിൽ അല്ല, അവരുടെ ഓഫീസ് അവിടെ ഒരു ഓഫീസിലെ ഡിവൈഎസ്പി ഞാൻ നേരിട്ട് പോയിരുന്നു. ഞാൻ മൊഴി കൊടുത്തിരുന്നു. അപ്പോൾ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും വിവരമുണ്ടോ? എനിക്ക് കിട്ടിയൊരു വിവരമുണ്ട്. പോലീസ് അത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ദേവസ്വങ്ങളെ, ഞാൻ ഇന്ത്യ ദേവസ്വം എന്ന് പറയുന്നില്ല, കാരണം തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ തുടങ്ങിയത്. ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് വരുന്നത് എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ വക്കീൽ വഴി മനസ്സിലാക്കിയത്. അവിടെയും ഒരു ചോദ്യം ബാക്കിയുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം സുനിൽകുമാറിനാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന ആൾ CPIയുടെ സുനിൽകുമാറിന്റെ വലങ്കൈയാണ്. ദേവസ്വം പ്രസിഡന്റ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റിന്റെ അച്ഛൻ ഇടതുപക്ഷത്തിന്റെ നോമിനിയായി കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആളായതാണ്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഇടതുപക്ഷവുമായിട്ട്, സുനിൽകുമാർ അടക്കം ഇടതുപക്ഷവുമായിട്ട് നല്ല ബന്ധത്തിലുമായി. ഇന്നലെ സുനിൽകുമാർ ഉന്നയിച്ചിട്ടുള്ളത് വളരെ പെട്ടെന്ന് പന്തലിന്റെ ലൈറ്റ് കളഞ്ഞു. ആരാ ലൈറ്റ് കളഞ്ഞത്? BJP-കാരല്ലല്ലോ. മേളം നിർത്തിച്ചു. ആരാ മേളം നിർത്തിച്ചത്? BJP-കാരല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന വെളിയിൽ വരട്ടെ. ആ ഗൂഢാലോചനയുടെ പിന്നിൽ, അതിന്റെ കിം പിൻ, പൂരം തകർത്തതിന്റെ കിം പിൻ സുനിൽകുമാറാണ്. സുനിൽകുമാറും പോലീസുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, stop it.